ഹായ് കൂട്ടുകാരെ, അമ്പലത്തിലാണ് കേട്ടോ. അമ്പലത്തിൽ ഇപ്പം മഴ ഇങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, ഒരു മഴ ഇങ്ങോട്ട് വരാൻ പോണ ഒരു ലക്ഷണത്തിലൊക്കെ കാണിച്ച് ഒന്നങ്ങോട്ട് ചാറി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, മഴ പെയ്യോ ഇല്ലേ ഒന്നും അറിയില്ല. അപ്പം ഇന്ന് പ്രാധാന്യമുള്ള ദിവസമാണ് സ്കന്ദഷഷ്ഠി. അപ്പോൾ ഈ ഷഷ്ഠി എടുത്തെന്നാൽ വർഷത്തിൽ ഈ ഒരു ഷഷ്ഠി എടുത്താലും മതിയെന്നാണ് അറിവുള്ളവർ പറയണത്. എനിക്കതിനെപ്പറ്റി ഒരു അറിവുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും എടുക്കാറില്ല. വ്രതം എടുത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ വ്രതം എടുത്തിട്ട് തന്നെയൊക്കെ എനിക്കെല്ലാ കാര്യങ്ങളും നടത്തി തന്നിട്ടുണ്ട്. ദേവിയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വിചാരിക്കണ കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ വിചാരിക്കണ സമയത്ത് തന്നെയെന്നല്ല, ഇത്തിരി വൈകിയാണെങ്കിലും നമ്മൾക്കത് നടത്തി കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അറിവും വിവരമുള്ള ആൾക്കാർ അതനുസരിച്ചാണ് എടുക്കണം. പിന്നെ നമ്മളെപ്പോലെ അവരും വന്ന് പ്രാർത്ഥിച്ച് നമ്മൾക്കറിയാവുന്ന രീതിയിൽ നമ്മൾ വഴിപാടുകളും കഴിച്ച് നമ്മളത് മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യസാധ്യമുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കാര്യങ്ങൾക്ക് അങ്ങനെ എല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മുരുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ബൈ.